ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പുതിയ നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ. സിറിയയിലെ ബഷർ അൽ അസദ് ഭരണകൂടം വീണതിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ സേന ഇതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുവെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ എയർഫോഴ്സ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് മേലുള്ള നിരീക്ഷണം തുടരുകയാണെന്നും അവസരം ലഭിച്ചാൽ ആക്രമിക്കുമെന്നുമാണ് പ്രതിരോധ സേനാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അസദിൻ്റെ വീഴ്ചയോടെ മേഖലയിൽ ഇറാൻ ഒറ്റപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ വിലയിരുത്തൽ. ലെബനനിൽ ഹിസ്ബുള്ളയുടെ കരുത്ത് ചോർന്നതും ഇറാനുള്ള തിരിച്ചടിയാണെന്നാണ് പ്രതിരോധ സേനയുടെ വിലയിരുത്തൽ. സിറിയയ്ക്ക് മേലുള്ള ആകാശത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് ലഭിച്ചുവെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇത് ഇറാനിലേക്ക് സുരക്ഷിതമായ പാതയൊരുക്കുമെന്നാണ് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നത്. അസദിൻ്റെ കാലത്തുണ്ടായ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ 86% നശിപ്പിച്ചുവെന്നും ഇസ്രായേലിൽ അവകാശപ്പെടുന്നുണ്ട്. സിറിയയിൽ നീണ്ട 50 വർഷത്തിനിടെ സാധ്യമാകാത്തതാണ് 2 ദിവസത്തിനിടെ ഇസ്രായേൽ പൂർത്തിയാക്കിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 480 വ്യോമാക്രമണങ്ങളിലായി സിറിയയുടെ കര, നാവിക, വ്യോമസേനകളും ആയുധശേഷിയും സമ്പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. അധിനിവേശ ഗൊലാൻ കുന്നുകളിലെ ബഫർ സോണും കടന്ന് സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ കരസേനാ സാന്നിധ്യവും എത്തിയിരിക്കുകയാണ്. അതിനിടെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് താൽക്കാലിക ശമനമാകുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഗസയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തലിന് UN ഉത്തരവിട്ടതോടെ 14 മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനും നരകയാതനകൾക്കുമാണ് താൽക്കാലിക വിരാമമാകുന്നത്. ഗസയിൽ അടിയന്തര വെടിനിർത്തലിന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഗസയിൽ അടിയന്തരവും നിരുപാധികവും സ്ഥിരവുമായി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം 158 വോട്ടുകൾക്കാണ് പാസാക്കിയത്. 9 അംഗരാജ്യങ്ങൾ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്യുകയും 13 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. അർജന്റീന, ചെക്കിയ, ഹംഗറി, ഇസ്രായേൽ, നൗറു, പാപ്പുവ ന്യൂഗിനിയ, പരഗ്വ, ടോങ്ക, അമേരിക്ക എന്നീ രാജ്യങ്ങൾ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനെതിരെ വോട്ട് ചെയ്തു. കഴിഞ്ഞ മാസം UN സുരക്ഷാ കൗൺസിലിൽ സമാനമായ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ജനറൽ അസംബ്ലി നടപടി സ്വീകരിച്ചത്. ഹമാസിൻ്റെ ബാക്കിയുള്ള എല്ലാ ഇസ്രായേലി ബന്ദികളെയും മോചിപ്പിക്കുന്നതുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു കരാറിനെ അംഗീകരിക്കില്ലെന്ന് അന്ന് അമേരിക്ക വാദിച്ചിരുന്നു. ബുധനാഴ്ചത്തെ വോട്ടെടുപ്പിനിടയിലും അമേരിക്ക തങ്ങളുടെ നിലപാട് ആവർത്തിച്ചു. അമേരിക്കൻ അംബാസിഡർ റോബർട്ട് വുഡ് പ്രമേയത്തെ ലജ്ജാകരവും തെറ്റുമെന്നാണ് വിശേഷിപ്പിച്ചത്. ലെബനനിലെ വെടിനിർത്തൽ കാരണം ഹമാസ് ഒറ്റപ്പെട്ട ഈ സമയത്ത് ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച കരട് പ്രമേയത്തിന് പ്രസക്തിയില്ലെന്നും ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് ഹമാസ് തയ്യാറാകില്ലെന്നുമെന്നാണ് റോബർട്ട് വുഡ് അസംബ്ലിയിൽ അറിയിച്ചത്. നിരുപാധികമായ വെടിനിർത്തൽ ഹമാസിന് ഗുണം ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രതിനിധി ഡാനി ഡാനോനും വാദിച്ചു. 2023 ഒക്ടോബർ മുതൽ 45,000 പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം ഗസയിൽ കൊലപ്പെടുത്തിയതായി പ്രാദേശിക ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള അധികൃതർ പറയുന്നു. ജനസാന്ദ്രതയേറിയ പലസ്തീനിലെ ഭയാനകമായ മാനുഷിക സാഹചര്യങ്ങളെക്കുറിച്ച് UN ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാ ബന്ദികളെയും രക്ഷപ്പെടുത്തുകയും ഹമാസിൽ നിന്ന്, സഖ്യകക്ഷികളിൽ നിന്നും ജൂതരാഷ്ട്രത്തിനെതിരായ ഭീഷണികൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നതുവരെ ഗസയിലെ തങ്ങളുടെ പ്രവർത്തനം തുടരുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത്.